ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരക്കറിയാണ്. അതിനായിട്ട് 1/2 കിലോ കേര ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് ചട്ടിയെടുത്ത് അടുപ്പത്ത് വെക്കാം. അതിലെ വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ആ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ സവാളയും 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തിട്ടും നമ്മൾ നല്ലപോലെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മുളക് പൊടിയുടെയും പച്ചമണം മാറിക്കിട്ടണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ച കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കേര കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ മൂടി തുറന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ വെള്ളമെല്ലാം പറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെയോ കഴിക്കാം. ഞങ്ങൾ കപ്പയും മീൻകറിയും കൂടിയാണ് കഴിച്ചത്. നമ്മൾ മീൻകറി വെക്കുമ്പോൾ തലേ ദിവസം വൈകുന്നേരം വെച്ചിട്ട് പിറ്റേ ദിവസം മീൻകറി കൂട്ടുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുക. പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും അതിലെ എല്ലാ കഷ്ണങ്ങളിലും ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും.